രമ്യ നോവലെല്ലാം വായിച്ചു തീർന്നു. സൂപ്പറായിരുന്നു കേട്ടോ. സൂപ്പർ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്കൊരു വായനക്കാർക്ക് എന്നാന്നോ എഴുത്തിൽ നിന്ന് കിട്ടേണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മഴയെല്ലാം സിനിമ കണ്ടില്ലേ, മഴ, ആ ഒരു സിനിമയെല്ലാം കണ്ട ഒരു ഫീലാണ്. ആ ഒരു എന്താ പറയണ്ടേ, ഭയങ്കര സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, ഈ തിരക്കിൽ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതെല്ലാം കാണുമ്പോഴത്തേക്ക് പിന്നെ ആടുന്ന് അങ്ങോട്ടുള്ള ഇവരെ ഓരോ പ്രണയ സീൻ കാണാൻ, അതായത് അടുത്തത് എന്തായിരിക്കുന്നില്ല ആ ഒരു ഇതിൽ ഞാൻ ഇരുന്ന് വായിച്ചു. ഞാൻ വിചാരിച്ചു ഇനി ഇതേതായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി ചായന്റെ പരിപാടിയെല്ലാം നോക്കുന്നല്ലോ. ഇന്ന് ഏതായാലും ഞായറാഴ്ചയല്ലേ, പിള്ളേർക്ക് നേടിയും പോണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പിള്ളേർന്ന് ഉറങ്ങി എണീച്ചില്ല. അതുകൊണ്ട് ഞാൻ വെച്ച് സാവധാനം ഇന്നും ഫുൾ ഇത് വായിച്ച് തീർത്തിട്ട് എന്ന് വെച്ചാൽ ആടുന്ന് അങ്ങോട്ട് ആ പ്രണയ സീൻ നിന്റെ അത് കണ്ടതിന് ശേഷം എണീക്കാൻ തോന്നിയിട്ടില്ല. 9 മണിയോടുകൂടി ഫുൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ സൂപ്പറായിട്ട് ഒരു വായനക്കാരന് എന്താണോ ഒരു നോവലിൽ നിന്ന് കിട്ടേണ്ടത്, ഒരു കഥയിൽ നിന്ന് കിട്ടേണ്ടത്, നല്ല ആ ഒരു കിട്ടേണ്ട അത്രയും രീതിയിൽ ഈ നോവലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായമല്ലേ ഞാൻ പറയേണ്ടത്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് നോവല്. പ്രണയ സീൻ നല്ല അതിമധുരമായിട്ട് എന്ന് തന്നെ പറയാം നീ അവതരിപ്പിച്ചിട്ടുണ്ട് ഓരോ ഭാഗങ്ങളും. പിന്നെ നമ്മള് ചില സമയത്ത് ഈ നിതാരന്റെ ക്യാരക്ടർ എല്ലാം എനിക്ക് എൻ്റെ ഒരു ഫീല് എന്താ വെച്ചാൽ പെട്ടെന്ന് എല്ലാടിക്കും അഭിപ്രായം പറയല്, പിന്നെ എന്താ പറയുക ആ ഒരു അതേതാളെ തന്നെ ഒരു എന്താ പറയണ്ടേ ആ ഒരു ധൈര്യവും കാര്യങ്ങളും ഇല്ലേ, ആ ഒരു ഇതും പെട്ടെന്നില്ല സങ്കടം വന്നിട്ടില്ല കരച്ചില് എല്ലാം കാര്യം കാണുമ്പം എനിക്ക് എന്നെ തന്നെയാണെന്നുള്ളൊരു ഫീല് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആ ഒരു ക്യാരക്ടറിലേക്ക് പോയതുപോലെ, നമുക്കൊരു സിനിമ കണ്ടതുപോലെ. ഇപ്പം ഞാൻ ഇതിനിടക്ക് മഴ എന്നുള്ള സിനിമ, ബിജുമേനോന്റെ സിനിമ കണ്ടു. ആ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് 2 ദിവസത്തേക്ക് ഭയങ്കര മനസ്സിലൊരു ആ ഒരു വിങ്ങലായിരുന്നു. ആ ഒരു ഫീൽ തന്നെ ആ ഒരു മഴ എന്ന് പറഞ്ഞ സിനിമ കണ്ട ഒരു ഫീലാണ് എനിക്ക് ഈ നോവൽ വായിച്ച സമയത്തും എനിക്ക് കിട്ടിയത്. നല്ലൊരു അനുഭവം, നല്ലൊരു കഥ, നല്ലൊരു സിനിമ എല്ലാം ആകുമ്പം നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മളൊരു തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ അനുഭവമാണ്, തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കൂടെ ആരാ വന്നതെന്നും കൂടി നമുക്ക് എനിക്കെല്ലാം ഓർമ്മയുണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മൾ ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചേർന്ന് ആ കഥേന്റെ സീനിലേക്ക് നമ്മളും കൂടി അതിൻ്റെ അകത്ത് ഇല്ലേ ഒരു ഫീല് വരും. നമുക്ക് 2 ദിവസം പിടിക്കും അതിൽ നിന്നൊരു പുറത്തേക്ക് വരാൻ വേണ്ടി. അടുത്ത സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം നമ്മളും അതിൽ ഉൾപ്പെട്ട പോലെ ഒരു ഫീൽ ഉണ്ടാവും. ആ ഒരു അനുഭവം ഇനി ഒരു ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, പിന്നെ രഞ്ജും ഹർഷിത്ത് സോന നിതാര ഇവരെ 4 ആളിലെ ഫ്രണ്ട്ഷിപ്പ് തുടക്കം മുതലേ നല്ലൊരു രീതിയിലാണ് നീ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ട് അവതരിപ്പിച്ചത്. നന്നായിട്ടുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, വേറെ പറയാൻ അധികം പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ആ വായിച്ചപ്പാടന്നെ വോയിസ് ഞാൻ നിനക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ അതായിരിക്കും സെൻഡ് ചെയ്ത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ ഞാൻ എനിക്ക് വൺ ടൈം ഓപ്പൺ ആയിട്ട് അയച്ചത്. എന്താ വെച്ചാൽ എൻ്റെ ഫീലിങ്സ് വായിച്ചപ്പാട് എൻ്റെ ഫീലിങ്സ് എങ്ങനെയാണോ അത് ആ വായനക്കാരിൽ അതേ രീതിയിൽ എത്തിക്കുക എന്ന് പറയുമ്പം അവർക്ക് ആ നമുക്ക് ഇത്രയും നമ്മളെ മനസ്സിൽ ഫീലായി എന്നുള്ളത് അവരിൽ എത്തിക്കുമ്പോൾ അന്ന് എനിക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. നമ്മൾ എന്നെ ഇത്രയും ഫീൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇത്രയും മനസ്സിൽ ആ ഒരു കഥ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം വരും. അതുകൊണ്ടാണ് എൻ്റെ ആ ഒരു വോയിസ് ആരും കേൾക്കാണ്ടിരിക്കാനാണ് എനിക്ക് അപ്പം തന്നെ ഞാൻ ആ വായിച്ചപ്പാടന്നെ ഞാൻ അത് അയച്ചു തന്നത്. എന്താ വെച്ചാൽ ഒരുപാട് എനിക്ക് സങ്കടം വന്നു, എനിക്ക് ഒരുപാട് എന്താ വെച്ചാൽ അത്രയും ഫീൽ ആയിട്ടുണ്ട്. പല ആ ഒരു സ്റ്റുഡന്റ് ടീച്ചർ എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിലെല്ലാം ഒരുപാട് കരയാനുള്ളൊരു അവസരം, ഞാനെല്ലാം നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട് സംഭവം. പിന്നെ അത്രയും ഫീൽ എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡന്റ് ടീച്ചർ എന്നുള്ള റിലേഷൻഷിപ്പ് എല്ലാം നന്നായിട്ട് നീ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അവസാന കാലഘട്ടത്തിൽ ആദർശ് ചേച്ചിന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞതും അതെല്ലാം നന്നായിട്ട് എന്താ പറയണ്ട ഒരു നന്ന ഇരുന്ന് വായിക്കുന്ന ഒരു വായനക്കാരിൽ അത് നല്ല സങ്കടം ഉണ്ടാക്കുന്ന ഒരു സീൻ തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെ സന്തോഷമാണെങ്കിലും സന്തോഷമുള്ള സമയത്തും ആ ഒരു പ്രണയ സീനാണെങ്കിലും ഒരു ദുഃഖം വരേണ്ട സമയത്താണെങ്കിലും എല്ലാം നീ അവതരിപ്പിച്ചത് നല്ല നന്നായിട്ടുണ്ട് എന്നേ പറയാനുള്ളൂ. ഇനിയും എനിക്ക് ഇതുപോലത്തെ കഥകളും ഇതും നിന്റെ മനസ്സിൽ നിന്ന് പിറവിയെടുക്കട്ടെ. എനിക്ക് ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനുള്ളൊരു എന്താ പറയണ്ടേ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ തന്നെയില്ലേ നമ്മളെ കൂടെ പഠിച്ച ഒരാൾക്ക് നല്ലൊരു നമുക്കിപ്പോൾ ഒരു കഥ തന്നെ പറയുമ്പോൾ ഈ ബുക്ക് പറയുമ്പോൾ നമ്മളെ നാട്ടുകാരി അല്ലെ നമ്മളൊരു കൂട്ടുകാരി എന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ടാവില്ല. ആ ഒരു അഭിമാനം എനക്കും ഉണ്ട് പറയുന്നവരോട്. അപ്പൊ ഇനിയും നീ നല്ലൊരു ഉയർച്ചയിൽ എത്തട്ടെ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വായിച്ചിട്ട് എനിക്ക് ആ ഒരു വാങ്ങിയില്ല, എനിക്കൊരു കുറ്റബോധവും തോന്നിയില്ല. എന്താ വെച്ചാല് ഇത്രയും എനിക്ക് എന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് എനിക്ക് പിന്നെ നിന്നിൽ നിന്ന് ഇത്രയും നല്ലൊരു കഴിവുകളും ഇതും അറിയാൻ പറ്റിയത് ഇപ്പൊ ഈ ബുക്ക് വായനയിൽ മാത്രമാണ്. അപ്പൊ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അത്ര മാത്രമേ പറയാനുള്ളൂ. അധികം വാക്കുകൾ പറയാനില്ല. എന്താ വെച്ചാൽ അത്രയും മനസ്സ് നിറഞ്ഞു.